ശത്രു രാജ്യത്തിന്റെ ഒരു F-15 യുദ്ധവിമാനം കൂടി വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി ഇറാൻ. യുദ്ധവിമാനം ഹോർമുസ് കടലിടുക്കിൽ തകർന്നു വീണെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നു. ആക്രമണം തുടർന്നാൽ യുദ്ധതന്ത്രം മാറുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. സംഘർഷം തുടരുന്നതിനിടെ ശത്രുരാജ്യത്തെ ഒരു F-15 യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിന് സമീപം യുദ്ധവിമാനം തടയുകയും തുടർന്ന് മിസൈൽ ഉപയോഗിച്ച് തകർത്തതായും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വ്യോമ പ്രതിരോധ സേനയുടെ കര-വ്യോമ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ആധുനിക F-15 യുദ്ധവിമാനം ഇറാൻ ആക്രമിച്ചതെന്നാണ് അവകാശവാദം. ഒരു വീഡിയോയും ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം വിമാന നിർമ്മാണ രാജ്യമായ US-ൽ നിന്നോ മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികളിൽ നിന്നോ സ്ഥിരീകരണമൊന്നുമില്ല. US-ന് പുറമെ സൗദി അറേബ്യ, ഇസ്രായേൽ, ഖത്തർ എന്നിവ ഉൾപ്പെടെ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും F-15 വിമാനങ്ങളുണ്ട്. ഇറാന്റെ ഇന്ധന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ ഈ മേഖലയിലെ അമേരിക്കയുടെയും സയനിസ്റ്റ് ഭരണകൂടത്തിന്റെയും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് അമേരിക്ക 48 മണിക്കൂർ സമയം അന്ത്യശാസനം നൽകിയിരുന്നു. ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് മാത്രമേ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ തടസ്സമുള്ളൂവെന്നാണ് ഇറാന്റെ വാദം. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള ചർച്ചകൾ വേണമെന്ന യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക നിലപാട് ആവർത്തിച്ചു. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത തടസ്സം മേഖലയിലെ സംഘർഷങ്ങളുടെ ഫലമാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും അബ്ബാസ് അരാഗ്ചി ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.